കലയുടെ പേരിൽ ലോകപ്രശസ്തമായ ജില്ലയാണ് ബീഹാറിലെ മധുബനി. സ്ത്രീകളുടെ ചിത്രകല എന്ന പേര് കൂടി മധുബനി വരകൾക്കുണ്ട്. ചരിത്രത്തിന്റെയും ഐതിഹ്യത്തിന്റെയും നിറച്ചാർത്താണ് ഈ പെൺവര. ശ്രീരാമന്റെയും സീതയുടെയും വിവാഹമുഹൂർത്തങ്ങൾ ഒപ്പിയെടുക്കാനാണ് മധുബനി ചിത്രകല തുടങ്ങിയതെന്നാണ് ഐതിഹ്യം. വരയുടെ വഴി തലമുറ കൈമാറിയാണ് സ്ത്രീകൾ കാത്തുസൂക്ഷിക്കുന്നത്. പ്രകൃതിദത്ത നിറങ്ങളാണ് ആദ്യം ചിത്രകലയിൽ ഉപയോഗിച്ചത്. മഞ്ഞളിൽ നിന്നും മഞ്ഞ, കരിയിൽ നിന്നും കറുപ്പ്, ശംഖുപുഷ്പത്തിൽ നിന്നും നീല, കുങ്കുമത്തിൽ നിന്നും ചമപ്പ് എന്നിങ്ങനെ പോകുന്നു നിറക്കൂട്ടുകൾ. ദൈവങ്ങളുടെ ചിത്രം വരയ്ക്കാൻ ആദ്യകാലത്ത് പിന്നോക്ക വിഭാഗത്തിലെ കലാകാരികൾക്ക് അനുവാദമേ ഉണ്ടായിരുന്നില്ല. രോഷവും അമർഷവും മീനായും മയിലായും മരമായും അവർ വരകളിലൂടെ പ്രതിഫലിപ്പിച്ചു. പുടവയിലേക്കും കടലാസിലേക്കും ചായം പകരാൻ ദിവസേന 7-8 മണിക്കൂറുകളാണ് ഈ ചിത്രകാരികൾ ചെലവഴിക്കുന്നത്. ഒരു ചിത്രം പൂർത്തിയാക്കാൻ 15 ദിവസം വരെ വേണ്ടിവരും. തുണിയുടെയും പെയിന്റിന്റെയും ചെലവ് മാറ്റിയാൽ ഒരു ദിവസത്തെ അധ്വാനത്തിന് ലഭിക്കുന്നത് ഏറിയാൽ 100 രൂപ. കച്ചവടത്തിന്റെ കല കൈവശമില്ലാത്തതിനാൽ പരിഭവം മാത്രമാണ് ഇവരുടെ പ്രതിഷേധം. कलाकार को इस हिसाब से पैसा नहीं मिलता है, शॉप में बहुत ज़्यादा रेट में बिकता है, लेकिन हम लोग को जो होता है ना, जो मेहनत के हिसाब से पैसा नहीं मिलता. ഫയലും ബാഗും ദുപ്പട്ടയും മധുബനി വരകളാൽ നിറയുമ്പോൾ പുതിയ കാലത്തേക്ക് കൂടിയാണ് ഇവർ ബ്രഷ് ചലിപ്പിക്കുന്നത്. ഓൺലൈൻ വ്യാപാരവും കയറ്റുമതിയും ശക്തമാകുമ്പോഴും കലാകാരികളുടെ ജീവിതത്തിന് മാറ്റ് കൂടുന്നതേയില്ല. ബീഹാറിലെ മധുബനിയിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം D. ധനസുമോദ്, മീഡിയ 1.